അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മാത്സിലെ അവസാന ഭാഗം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഹെഡിങ്ങാണ് റോമൻ ന്യൂമറൽസ്, റോമൻ അക്കങ്ങൾ. ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, സ്കൂളിലും ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് റോമൻ അക്കം? അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് നമ്മളിപ്പോൾ എങ്ങനെ എഴുതും? ഇപ്പോൾ ഈ 1, 2, 3 ഈ നമ്പേഴ്സ് എവിടെ നിന്ന് വന്നു? അതിൻ്റെ പേരെന്താണ്? നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന 1, 2, 3 ഈ നമ്പറുകൾക്ക് അറബിക് അല്ലെങ്കിൽ ഹിന്ദി, ഇന്ത്യൻ നമ്പർ എന്നൊക്കെ പറയും. അതായത് ഇന്ത്യക്കാരും അറബികളൊക്കെ കൂടി കണ്ടുപിടിച്ചതാണ് ഈ ഒരു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ നമ്പേഴ്സ്. അപ്പോൾ അതേപോലെ പുരാതന കാലത്ത് റോമിൽ ഉപയോഗിച്ച അക്കങ്ങളായിരുന്നു ഈ നമ്മൾ ക്ലാസ് വയ്ക്കുന്ന അക്കം. 1, 2, 3, 4 ഇതും അക്കങ്ങൾ തന്നെയാണ്. അതിന് റോമൻ അക്കങ്ങൾ എന്നാണ് പറയുക. ഇപ്പോൾ ഓരോരുത്തർക്കൊരു അക്കങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അറബികൾ മാത്രമായിട്ട് അറബിയിൽ ഇത് ഉപയോഗിക്കും. നമ്മൾ ഇപ്പോൾ 1, 2, 3 ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ റോമൻ അക്കം റോമിൽ ഉപയോഗിച്ചിരുന്ന അക്കങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ ക്ലോക്കുകളിൽ ക്ലാസ് എഴുതുമ്പോൾ, ടൈം ടേബിൾ എഴുതുമ്പോൾ അതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെ റോമൻ അക്കങ്ങൾ എഴുതാം, അപ്പോൾ ഓരോന്ന് എന്തൊക്കെ അക്കങ്ങളായിരിക്കും, ഇൻഷാ അല്ലാ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്.